വെൽക്കം ടു മൈ ചാനൽ. കേട്ടറ്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി സോഷ്യൽ സയൻസിൻ്റെ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യനാണ് എടുത്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ബീഗം ഹസ്രത്ത് മഹൽ 1857 ബ്രിട്ടീഷ് വിരുദ്ധ സമര മുന്നേറ്റത്തിന് നേതൃത്വം വഹിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ലക്നൗ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ശിപ്പായി ലഹള എന്നാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത ചെറുത്തുനിൽപ്പായിരുന്നു 1857 കലാപം. 1857 കലാപത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചത് വി.ഡി. സവർക്കറാണ്. INC ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കാണണമെന്ന് ശുപാർശ ചെയ്തത് ബാലഗംഗാധര തിലകാണ്. 1857 കലാപത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് മല്ലിസൺ, ടവലിയർ, ജോൺ ലോറൻസ് ആൻഡ് സീലി എന്നിവരാണ്. ഇറ്റ് ഈസ് എ നാഷണൽ റിവോൾട്ട്, നോട്ട് എ മിലിറ്ററി മ്യൂട്ടണി. ഇതൊരു ദേശീയ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്ട്രേലിയാണ്. ഇത് വെറും ഒരു സൈനിക ലഹളയാണ് എന്ന് വിശേഷിപ്പിച്ചത് പേഴ്സിവൽ സ്പിയറാണ്. 1857 കലാപം ഒരു ദേശീയ വിപ്ലവമെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് കാൾ മാക്സ് ആണ്. ജനകീയമെങ്കിലും പിന്തിരിപ്പൻ പ്രസ്ഥാനമെന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ച് വിപിൻ ചന്ദ്രയാണ്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. 1857 വിപ്ലവത്തിലെ നേതാക്കന്മാർ: ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ് ഭക്ത് ഖാനായിരുന്നു. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. നാനാ സാഹിബ് നേപ്പാളിലേക്ക് പലായനം ചെയ്തു. താന്തിയ തോപ്പിയെ ഝാൻസിയിലേക്ക് നാടുകടത്തി. ലക്നൌവിലെ അവധിലെ ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ഇവരെ നേപ്പാളിലേക്കാണ് നാടുകടത്തിയത്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയും. ഗോളിയോറിലും റാണി ലക്ഷ്മിബായി, താന്തിയ തോപ്പി. ബറേലി ബഹദൂർ ഖാന്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഫിറോഷാബാദ് ഫിറോസ് ഷാ. ആസാം മണിറാം ദേവൻ. ആറ, ബീഹാർ, ജഗദീഷ്പൂർ, ആസാം ഗാറ്, ഗാസിപൂർ എന്നിവിടങ്ങളിലെ കൻവർ സിംഗ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. ലക്നൗ കലാപം അടിച്ചമർത്തിയത് ജെയിംസ് ഓട്രയാണ്. ഡൽഹി തിരിച്ചു പിടിച്ചത് ജെയിംസ് നിക്കോൾസൺ ആണ് 1857 സെപ്റ്റംബർ 20. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. ഝാൻസി റാണിയെ വധിച്ചത് 1858 ജൂൺ 18. കറുത്ത പ്രതലത്തിലെ പ്രകാശപരമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. ഝാൻസി റാണിയെ വധിച്ച യുദ്ധം കാൽപ്പി യുദ്ധമാണ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെയാണ്. അദ്ദേഹത്തെ 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റിയത്. മംഗൽ പാണ്ഡെ 34ാം ബംഗാൾ ഇൻഫാൻട്രിയിലെ അംഗമായിരുന്നു, പട്ടാള യൂണിറ്റിലെ അംഗമായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായിരുന്നു താമരയും ചപ്പാത്തിയും. കലാപം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവധിലാണ്. കലാപത്തിൽ അവസാനമായി പിടിച്ചടക്കിയത് താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയത് 1859 ഏപ്രിൽ 18. അടുത്ത ക്വസ്റ്റ്യൻ: സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ബാലഗംഗാധര തിലക്. ഇന്ത്യൻ ദേശീയ തീവ്രവാദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചതും ബാലഗംഗാധര തിലകാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകാണ്. തിലകിനെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ അശാന്തിയുടെ പിതാവെന്നാണ്. 1916 ഹോം റൂൾ മൂവ്മെൻറ്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകാണ്. ഗീതാരഹസ്യം, ആർട്ടിക് ഹോം ഇൻ വേദാസ് എന്നീ കൃതികളുടെ രചയിതാവും ബാലഗംഗാധര തിലകാണ്. കോൺഗ്രസിൻ്റെ വാർഷിക പരിപാടികളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയത് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യയുടെ വജ്രം, മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെ ഗോഖലെയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. അടുത്ത ക്വസ്റ്റ്യൻ: തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ എ, വയനാട്. കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ്.
കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 27 മിനിറ്റ് 40 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 27 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെയാണ്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളത്തിൻ്റെ വിസ്തൃതി. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം 580 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടലാണ്. കേരളത്തിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശമാണ് മാഹി. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്. കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലയാണ് കോട്ടയം. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്ക എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ഔദ്യോഗിക പാനീയം ഇളനീരാണ്. കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം ബുദ്ധമയൂരിയാണ്. ഔദ്യോഗിക ഫലം ചക്കയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായരാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന വരികളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയാണ്. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ. കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. കൂടുതൽ താലൂക്കുകളുള്ള ജില്ല എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ 7 വീതമാണ്. കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാടാണ്. കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം. കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല, ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂർ. കേരളത്തിൽ തീരപ്രദേശങ്ങളുള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈറോഗ്ലിഫിക്സ് എന്ന എഴുത്തുവിദ്യ നിലനിന്നിരുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഈജിപ്ഷ്യൻ നാഗരികത. നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്ത്. ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ആണ്. പുരാതന ഈജിപ്തിലെ രാജാവായിരുന്ന തൂത്തൻ ഖാമ. ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഈജിപ്തിലെ റാണിയായ ഹാത്ഷെപ്സൂത്ത്. ഈജിപ്തിൻ്റെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്മോസ് മൂന്നിനെയാണ്. ഈജിപ്തുകാരുടെ പ്രധാന ദേവനാണ് സൂര്യദേവനായ റാ. സൂര്യദേവനായ റാക്ക് വേണ്ടി ഈജിപ്തിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് അബു സിംബൽ ക്ഷേത്രം. ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അബു സിംബൽ ക്ഷേത്രമാണ്. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെടുന്നു. ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ്. പാപ്പിറസ് ചെടിയുടെ ഇലകളാണ് അവർ എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. ഈ ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായ ഷംപോലിയോ ആണ്. ഫ്രാൻസിലെ ഭരണാധികാരിയായ നെപ്പോളിയൻ്റെ ഈജിപ്ത് ആക്രമണകാലത്ത് അദ്ദേഹവും നെപ്പോളിയൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നൈൽ നദീ തീരത്തുള്ള ഒരു വലിയ ശിലയിലാണ് ഇത് എഴുതിയിരുന്നത്. ഈ ശിലയെ റോസറ്റ എന്നാണ് അറിയപ്പെടുന്നത്. ഈജിപ്തുകാരുടെ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചിട്ടാണ്. സൂര്യനെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി, ഒരു വർഷത്തെ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളാക്കി വിഭജിച്ചു. ബാക്കി വന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കാക്കി മാറ്റിവെച്ചു. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം അവർ കണ്ടെത്തിയിരുന്നു. ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരവും അവർ തയ്യാറാക്കിയിരുന്നു. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കിയിരുന്നു. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്ഫിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. ദശാംശ സമ്പ്രദായം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സംഭാവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക ഉഷ്ണക്കാറ്റുകളാണ്. ആൻസർ ലൂ. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റ്. കാറ്റിനെക്കുറിച്ചുള്ള പഠനം അനിമോളജി. കാറ്റിൻ്റെ ദിശ അറിയാൻ സഹായിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കോറിയോലിസ് പ്രഭാവത്തിൻ്റെ സ്വാധീനത്താൽ കാറ്റുകൾക്കുണ്ടാവുന്ന ദിശാവ്യതിയാനത്തെ അടിസ്ഥാനമാക്കി ഫറൽ ആവിഷ്കരിച്ച നിയമമാണ് ഫറൽ നിയമം. ഭൂമിയുടെ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ജലം, വായു തുടങ്ങിയ വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ അവയുടെ സഞ്ചാരദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ അവയുടെ സഞ്ചാരദിശയുടെ ഇടത്തോട്ടും വ്യതിചലിക്കുന്ന ഈ ദിശാവ്യതിയാനമാണ് കോറിയോലിസ് പ്രഭാവം എന്നറിയപ്പെടുന്നത്.
കോറിയോലിസ് പ്രഭാവം കണ്ടെത്തിയത് ഗുസ്താവ് ഡി കൊറിയോലിസ് ആണ്. അതുപോലെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ അഥവാ സ്ഥിരവാദങ്ങൾ. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തും 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. 2 അർദ്ധഗോളങ്ങളിൽ നിന്നുള്ള ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഭാഗം ഇന്റർ ട്രോപ്പിക്കൽ കൺവർജന്റ് സോൺ എന്നാണ്, ITCZ എന്നറിയപ്പെടും. ഇന്റർ ട്രോപ്പിക്കൽ കൺവർജന്റ് സോണുകൾ കാണപ്പെടുന്ന മേഖലയെ ഡോൾഡ്രം മേഖല എന്നറിയപ്പെടുന്നു. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളെ നിർവാത മേഖല എന്നും വിശേഷിപ്പിക്കുന്നു. ഉപോഷ്ണ ഉച്ചമേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ഉപദ്രവീയ പ്രദേശത്തേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. പ്രധാന കാലികവാദങ്ങളാണ് മൺസൂൺ കാറ്റ്, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്. മൺസൂൺ കാറ്റ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊന്നെ. മുന്തിരികുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദമാണ് ഫൊന്നെ. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നതും ഫൊന്നാണ്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതങ്ങളിലെ കിഴക്കൻ ചെരുവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. മഞ്ഞുതീനി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികവാദമാണ് ചിനൂക്ക്. ശൈത്യത്തിൻ്റെ കാഠിന്യം കുറച്ച് കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് സഹായകമാകുന്ന കാറ്റാണ് ചിനൂക്ക്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന വരണ്ട കാറ്റാണ് ഹർമാട്ടൻ. ഡോക്ടർ എന്ന വിളിപ്പേരുള്ള കാറ്റാണ് ഹർമാട്ടന്. തെക്ക് കിഴക്ക് സ്പെയിനിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദമാണ് മിസ്ട്രല്. സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണ് മിസ്ട്രല്. റോൺ താഴ്വരയെ ചുറ്റി കടന്നു പോകുന്ന പ്രാദേശികവാദമാണ് മിസ്ട്രൽ. ഹേമന്തകാലത്ത് അനുഭവപ്പെടുന്ന അതിശൈത്യമായ പ്രാദേശികവാദമാണ് മിസ്ട്രല്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയും കാറ്റാണ് കാൽബൈശാഖി. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ചെറി ബ്ലോസം. നോർവെസ്റ്റർ അനുഭവപ്പെടുന്നത് പഞ്ചാബിലാണ്. ഉത്തർപ്രദേശിൽ അനുഭവപ്പെടുന്ന കാറ്റാണ് ലൂ. കേരളം കർണാടകയിൽ അനുഭവപ്പെടുന്ന കാറ്റുകളാണ് മാംഗോ ഷവർ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി 1969. 1969 ജൂലൈ 19 14 വാണിജ്യ ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 1980 ഏപ്രിൽ 15 6 വാണിജ്യ ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ഇത് രണ്ടും നടത്തിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രാഥമിക മേഖലയിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി മത്സ്യബന്ധനം. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അതുകൊണ്ട് പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. പ്രാഥമിക മേഖല ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനവും പാറവെട്ടും. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. അതുകൊണ്ട് തന്നെ ദ്വിതീയ മേഖലയെ വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു. വ്യാവസായിക മേഖല ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം, ഉൽപ്പന്ന നിർമ്മാണം, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ സേവന പ്രവർത്തനങ്ങൾക്കെല്ലാം ചേർന്നാണ് തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും വിതരണം ചെയ്യുന്നതുമായ ഉൾപ്പെടുന്ന മേഖലയാണ് സേവന മേഖല. സേവന മേഖല ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, 1915 ജനുവരി 9 പ്രാധാന്യം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഗാന്ധിജി 1893 അഭിഭാഷക വൃത്തിക്കായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. അബ്ദുള്ള സേട്ട് എന്ന ഗുജറാത്തി ആഫ്രിക്കയിൽ നടത്തിയ വ്യാപാര സ്ഥാപനത്തിൻ്റെ നിയമോപദേഷ്ടാവായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. ഗാന്ധിജിയുടെ സമരായുധമായ അഹിംസയും സത്യാഗ്രഹവും മൂർത്തരൂപത്തിലാക്കിയത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ജോൺ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന ഗ്രന്ഥം ഗാന്ധിജിയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. 1915 ജനുവരി 9 ഗാന്ധി തിരിച്ചെത്തിയത്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ
ആദ്യത്തെ സത്യാഗ്രഹമാണ് 1906 ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നടത്തിയ സമരം 1918. ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ സമരമാണ് റൗലറ്റ് സത്യാഗ്രഹം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ 1903. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന ഗോഖലെയാണ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു ആണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ ശിഷ്യൻ മീരാബെൻ സരളാബെൻ. ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ എതിരാളി മുഹമ്മദ് അലി ജിന്നയാണ്. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി മഹാദേവ് ദേശായിയാണ്. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച് സുഭാഷ് ചന്ദ്രബോസ് ആണ്. നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയാണ്. ദേശനായകി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ച ടാഗോർ ആണ്. രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. മഹാത്മാ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ടാഗോർ ആണ്. ഗുരുദേവ് എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. സർദാർ എന്ന് പട്ടേലിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗംഗയെ പോലെ എന്ന ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. പുലയ രാജ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച വർഷം? 1809. കുണ്ട്ര വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാനാണ് വേലുത്തമ്പി ദളവ. 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ച വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹാജൂർ കച്ചേരി സ്ഥാപിച്ച വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രമാണ് മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട ജില്ല, 1809. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമമാണ് തമ്പി വേലായുധൻ ചെമ്പകരാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം? ആൻസർ ഓപ്ഷൻ ബി, ശുക്രൻ. സൂര്യന് ചുറ്റും 8 ഗ്രഹങ്ങളാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധന്. ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്ന ബുധനാണ്. തുരുമ്പിച്ച ഗ്രഹം, ചുവന്ന ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്ന ചൊവ്വയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഭൂമിയാണ്. പ്രദോഷ നക്ഷത്രം, പ്രഭാത നക്ഷത്രം, തിളക്കമുള്ള ഗ്രഹം, സൂര്യൻ്റെ അരുമ, ഭൂമിയുടെ ഇരട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന ശുക്രനെയാണ്. പച്ചഗ്രഹം യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതും കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതും ആകാശപിതാവ് എന്നറിയപ്പെടുന്നതും യുറാനസ് ആണ്. വർഷത്തേക്കാൾ ദിവസത്തിന് ദൈർഘ്യം കൂടുതലുള്ള ഗ്രഹമാണ് ശുക്രന്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ചെറുത് ബുധനാണ്. ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. ഏറ്റവും തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂണിനെയാണ്. ഭ്രമണ വേഗത ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴമാണ്. ഭ്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശുക്രനാണ്. പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ബുധനാണ്. പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂണാണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണ്. ഭാരം കൂടിയ ഗ്രഹം വ്യാഴമാണ്. ഭാരം കുറഞ്ഞ ഗ്രഹം ബുധനാണ്. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഭൂമിയാണ്. സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഭൂമിയാണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമിയാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനിയാണ്. ഭൂഗുരുത്വാകർഷണ ബലം കുറച്ച് അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ബുധന്. ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ളവയിൽ സൂര്യോച്ച ദിനമേത്? ആൻസർ ഓപ്ഷൻ എ, ജൂലൈ 4. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്ന ചലനമാണ് ഭ്രമണം. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനമാണ് പരിക്രമണം. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കുന്ന അവസ്ഥയാണ് അപ്ഹീലിയൻ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലെ ഏറ്റവും കൂടുതലുള്ള ദിവസമാണ് ജൂലൈ 4. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് പെരിഹീലിയൻ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലെ ഏറ്റവും കുറഞ്ഞ ദിവസമാണ് ജനുവരി 3. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പണപ്രദാനം നിയന്ത്രിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1926 നിലവിൽ വന്ന ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് RBI നിലവിൽ വന്നത്. റോയൽ കമ്മീഷൻ ഓൺ
ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ഔദ്യോഗിക പേര്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരമാണ് RBI നിലവിൽ വന്നത്. 1935 ഏപ്രിൽ 1 ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത്. 5 കോടി രൂപയാണ് റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം. ആരംഭത്തിൽ റിസർവ് ബാങ്ക് സ്ഥാപിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗമാണ് കടുവ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷമാണ് എണ്ണപ്പന. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരെന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കിനെയാണ്. കേരളത്തിലെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക, ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുക, പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിനെ ഉപദേശിക്കുക എന്നിവ റിസർവ് ബാങ്കിൻ്റെ കടമകളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. റിസർവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് നോട്ട് അടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്കായി പ്രവർത്തിക്കൽ, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക, വിദേശ നാണയത്തിന് സൂക്ഷിപ്പുകാരൻ, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 1:5 ലക്ഷം എന്ന ഭൂപടത്തോത് അർത്ഥമാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ 1 സെൻറ്റിമീറ്റർ 5 കിലോമീറ്റർ എന്നതിനെ സൂചിപ്പിക്കുന്നു.